ഗോ ഗ്രീൻ വിത്ത് വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് BYDയുടെ പുതിയൊരു EV മോഡലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഏകദേശം 11 വർഷത്തോളമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയാണ് BYD അഥവാ ബിൽഡ് യുവർ ഡ്രീംസ്. തുടക്കത്തിൽ അവർ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷമായിട്ട് അവർ പാസഞ്ചർ വാഹന നിർമ്മാണത്തിലേക്കും കൂടി കടന്നു വന്നു. അതോടുകൂടി ഇന്ത്യയിലാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു സ്പേസ് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. BYDക്ക് EV ശ്രേണിയിൽ 3 മോഡലുകളാണ് നിലവിലുള്ളത്. E6 MPV, Atto 3 SUV, സീൽ സെഡാൻ എന്നിവയാണ് ഈ 3 EVകൾ. ഇതിലേക്കാണ് നാലാമത് മറ്റൊരു EVയും കൂടെ അവർ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. ഇതിനവർ നൽകിയിരിക്കുന്ന പേര് E-MAX 7 എന്നാണ്. ഇതൊരു മൾട്ടിപർപ്പസ് വാഹനമായിരിക്കും, 7 സീറ്റർ വാഹനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മത്സരിക്കുന്നത് ഇന്നോവ ഹൈക്രോസുമായിട്ടായിരിക്കുമെന്നാണ് പൊതുവെയുള്ള സംസാരം. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറും വളരെ മനോഹരമായ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ധാരാളം ഫീച്ചറുകളും നൽകിക്കൊണ്ട് MPV പ്രേമികളെ തീർച്ചയായും ആകർഷിക്കാൻ തക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു വാഹനമായിരിക്കും BYD E-MAX 7 എന്ന് പൊതുവെ വാഹന ലോകത്ത് ഇതിനോടകം തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. BYDയുടെ ആദ്യ EV മോഡലായ E6ൻ്റെ ഫേസ് ലിഫ്റ്റായിട്ടായിരിക്കും E-MAX 7 കടന്നു വരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ M6 എന്നുള്ള പേരിൽ ഓൾറെഡി അവർ അവതരിപ്പിച്ചിട്ടുള്ളൊരു മോഡൽ കൂടിയാണ് E-MAX 7. എങ്കിൽ തന്നെയും ഇന്ത്യൻ വിപണിയിൽ ഇതൊരു കൗതുകമായിരിക്കും. കാരണം ഒരു 7 സീറ്ററാണ്, അതിലുപരി അത്യാവശ്യം ലക്ഷൂറിയസ് ആയിട്ടുള്ള ക്യാബിൻ, ആരെയും കൊതിപ്പിക്കുന്ന ഫീച്ചറുകൾ, കുഴപ്പമില്ലാത്തൊരു അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസ്, ഇതൊക്കെ തന്നെ MPV പ്രേമികളെയും പ്രത്യേകിച്ചും EV പ്രേമികളെയും ഈ വാഹനത്തിലേക്ക് ആകർഷിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പേരിലെ E എന്ന അക്ഷരം ഇലക്ട്രിക് ഡ്രൈവിനെയാണ് സൂചിപ്പിക്കുന്നത്. മാക്സ് എന്നത് അവർ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ വാഹനത്തിന് അവർ നൽകുന്ന പെർഫോമൻസ്, റേഞ്ച്, മറ്റു ഫീച്ചറുകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു. എന്നാൽ 7 എന്നത് ഒരു പക്ഷേ 7 സീറ്റർ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം, അല്ലെങ്കിൽ E6ൻ്റെ പിൻഗാമി എന്നുള്ള രീതിയിൽ ആയിരിക്കാം 7 എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഇതിൻ്റെ ഡിസൈൻ ഭാഗത്തേക്ക് വന്നാൽ ഫ്രണ്ടിലും ബാക്കിലും വളരെയധികം മാറ്റങ്ങൾ ഇവർ E6മായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നൽകുന്നുണ്ട്. ധാരാളം അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള E6 EVയുടെ അതേ ബേസിക് രൂപത്തിലും വലിപ്പത്തിലുമായിരിക്കും E-MAX നമ്മുടെ മുന്നിലെത്തുക. E6ൻ്റെ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ തന്നെയും മാത്രമല്ല വലിപ്പവും ഡിസൈനും ഏറെക്കുറെ E6മായി സാമ്യമുണ്ടെങ്കിൽ തന്നെയും വളരെയധികം ഫീച്ചറുകൾ, വളരെയധികം മാറ്റങ്ങൾ E-MAX 7ൽ വരുത്താൻ BYD ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പുതിയ LED ഹെഡ് ലാമ്പുകൾ, ക്ലോസ്ഡ് ഗിൽ, റീസ്ട്രക്ചർ ചെയ്ത ബമ്പർ തുടങ്ങിയവയൊക്കെ ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ബാഡ്ജിങ്ങിലും അതോടൊപ്പം തന്നെ ടെയിൽ ലാമ്പുകളിലും ബമ്പറിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതൊരു 7 സീറ്ററാണ്. അതിലുപരി 3 ലൈനായിട്ടുള്ളൊരു സീറ്റിംഗ് സംവിധാനമായിരിക്കും E-MAX 7ൽ ഉണ്ടാവുക. ഇതിനെല്ലാം പുറമെ പനോരമിക് സൺറൂഫ്, വലിയ ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ, മാത്രമല്ല പുതിയ കുറേ ഫീച്ചറുകളും ഈ പുതിയ E-MAX 7ൽ അവർ ഉൾപ്പെടുത്തുവാൻ മറന്നിട്ടില്ല. ഡാഷ്ബോർഡ് ഡിസൈൻ പഴയ മോഡലിലേതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. അന്താരാഷ്ട്ര തലത്തിൽ E-MAX 7 അല്ലെങ്കിൽ അവരുടെ M6 എന്ന് പറയുന്ന മോഡലിന് 2 ബാറ്ററി പാക്ക് ഓപ്ഷനാണ് ഉള്ളത്. 55.4 കിലോ വാട്ട്, 71.8 കിലോ വാട്ടിലും 420, 530 കിലോമീറ്റർ എന്നിങ്ങനെയാണ് അവയുടെ റേഞ്ച്. രണ്ടിലും 310 Nm ടോർക്കാണ് ഉള്ളത്. ചെറിയ ബാറ്ററി 161 HP പവറും വലിയ ബാറ്ററി 204 HP പവറും ജനറേറ്റ് ചെയ്യുന്നു. എന്നാൽ E6ൽ ഉപയോഗിക്കുന്ന 71.8 കിലോ വാട്ട് ബാറ്ററി പായ്ക്ക് തന്നെ E-MAX 7ലും തുടരാനാണ് സാധ്യത. 55.4 കിലോ വാട്ട് ബാറ്ററി പായ്ക്ക് ഇന്ത്യയിൽ ലഭ്യമാകുമോ എന്ന് ഇതുവരെ അറിവായിട്ടില്ല. ഇനി ഇതിൻ്റെ വിലഭാഗത്തേക്ക് വന്നാൽ 30 ലക്ഷത്തിനും 33 ലക്ഷത്തിനും ഇടയിലായിരിക്കും ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ ഇന്നോവ ഹൈക്രോസുമായിട്ട് ആയിരിക്കും മിക്കവാറും ഈ വാഹനം മത്സരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പലപ്പോഴും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നോവയ്ക്ക് ഒരു വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കാൻ ഒരു പക്ഷേ E-MAX 7 കഴിഞ്ഞേക്കും. കാരണം വിലയിൽ വലിയ വ്യത്യാസമില്ല, 7 സീറ്ററാണ്, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി BYD കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ
അവരുടെ ഇൻറ്റീരിയർ ആണെങ്കിലും മറ്റ് ഫീച്ചറുകളും ഒക്കെ ലക്ഷൂറിയസ് ആണ്. ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയിലും വലിയ വ്യത്യാസമില്ല. എന്നാൽ മറ്റു പല പ്ലസ് പോയിൻറ്റുകളും ഈ വാഹനത്തിനുണ്ട്. മെയിൻലി ഇതൊരു EV ആണ്. അതുകൊണ്ട് തന്നെ എക്കോണമിക്കലി ബെനിഫിറ്റ് ആയിരിക്കും. മാത്രമല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ഇവർ അങ്ങനെ വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്യാറില്ല. മാത്രമല്ല മറ്റനേകം EVയുടേതായിട്ടുള്ള ഫീച്ചറുകളും ഗുണങ്ങളും ഈ വാഹനത്തിനുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പെർഫോമൻസ്, ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനം, അതിലുപരി ഡ്രൈവിംഗ് കംഫർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ EV ഐസ് എൻജിൻ വാഹനങ്ങളുമായിട്ട് വളരെയധികം മുന്നിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂല ഘടകങ്ങൾ മൂലം ഒരു പക്ഷേ BYDക്ക് ഇന്നോവയുമായി ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വാഹനലോകം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് BYD E7 മാക്സിൻ്റെ വരവിനെ കാത്തിരിക്കുന്നത്. അങ്ങനെ EV സെഗ്മെൻറ്റിലേക്ക് പുതിയ മോഡലുകൾ, പുതിയ ബ്രാൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും പറയുന്ന പോലെ ഇന്ത്യയിലെ EV വാഹന വിപണി കൂടുതൽ ശോഭനമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്